ഹലോ ഗൈസ്, ഫ്ലൈങ് ഇൻ്റർനെറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ധനുഷ്കോടി പോവുകയാണ്. ധനുഷ്കോടി നമ്മൾ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രാമേശ്വരത്ത് റൂമിൽ നിൽക്കുകയാണ്. രാമേശ്വരത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ജാക്കറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അജി സെറ്റായി. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ കേട്ടോ. നമ്മുടെ സ്വപ്ന സഫലമാകാൻ ഇത് വെറും അരമണിക്കൂർ മാത്രം. ആ ഒരു പോയിന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങി കേട്ടോ. നേരെ പോകുന്ന വഴി കാണാം. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അല്ലേ ജി, നമ്മൾ കാത്തിരുന്ന സാധനമാണ്. നമ്മൾ വഴിയെ പറഞ്ഞുതരാം. ബാക്കി അതെ, വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന മൊമെന്റാണ് നടക്കാൻ പോകുന്നത്. സർപ്രൈസ് സാധനം കൂടെ നമ്മൾ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇനി നമുക്ക് അവിടെ നടത്തണം. അതെ അതെ, എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് പോകുന്ന വഴി കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ധനുഷ്കോടി പോകാൻ പോവുകയാണ്. ഇനി വേറെ സ്ഥലങ്ങളൊന്നും സ്ട്രെയിറ്റ് ധനുഷ്കോടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പോവുകയാണ്. പിന്നെ ഉണ്ട്, നമ്മൾ ധനുഷ്കോടി എത്തിയിട്ട് അജിക്ക് ഇത് ബർത്ത്ഡേ ഇല്ല, അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് കട്ടിങ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്നലെ കേക്ക് വാങ്ങിച്ചോട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇന്നലെ എടുത്തായിരുന്നു. അപ്പോൾ അതിന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് ആണ് ധനുഷ്കോടി പോകുന്നത്. അജിയുടെ ടോപ്പ് ബോക്സിനകത്ത് കേക്കാണ് കേട്ടോ ഇരിക്കണം. അപ്പോൾ എന്തായാലും പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ അജിയുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു കേക്ക് മേടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ധനുഷ്കോടി ചെന്നിട്ട് മുറിക്കാനാണ് കേട്ടോ പ്ലാന്. എന്തായാലും നമുക്കൊന്ന് കേക്കൊക്കെ മേടിച്ചിട്ട് നമുക്ക് നേരെ ധനുഷ്കോടിയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ആക്സറീസ് കട കണ്ടു. എന്തായാലും അവിടെ കയറാമെന്ന് വെച്ച് കയറി അജിയുടെ വൈസറൊന്ന് മാറ്റണമെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും സാധനം മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഹെൽമെറ്റിൻ്റെ അജിയുടെ ഇപ്പോൾ ഇരിക്കുന്നത് ടിൻ്റായിരുന്നു. നമ്മൾ മാറ്റി അതിൻ്റെ ഈ ഒരു സ്മോക്ക് വൈസറാക്കി, ഫുൾ ബ്ലാക്ക് സ്മോക്ക് വൈസറാക്കി. നേരത്തെ ഇരുന്ന ടിൻ്റാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി സ്മോക്കാക്കി. പിന്നെ നമ്മൾ ജസ്റ്റ് 2 കയറും കൂടെ മേടിച്ച്. സംഭവം അജിയുടെ വണ്ടിയുടെ ഇത് പോയില്ല, ആ ഗ്രാബ് റെയിൽ താന്നില്ല. അപ്പോൾ ടോപ്പ് ബോക്സ് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കയറും കൂടെ മേടിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ മേടിച്ചിട്ട് നമുക്കൊന്ന് പോവുകയാണ്. അപ്പോൾ ഇനി വഴിയെ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചാട്ടോ. മേടിച്ചത് എന്തായാലും നമ്മൾ പോവുകയാണ്. ടോപ്പ് ബോക്സിൻ്റെ ഈ ഒരു ഇത് കണ്ടോ, ഗ്രാബ് റെയിൽ, ആ പ്ലേറ്റ് കൊണ്ട് നമ്മൾ ആ ഹമ്പ് കയറിയപ്പോൾ കൊണ്ടങ്ങ് താന്നു കേട്ടോ. ആ ഗ്രാബ് റെയിലോട് അങ്ങ് വളഞ്ഞ് താന്നിരിക്കുക. ഇനി ഗ്യാസ് ബിൽഡ് ചെയ്യേണ്ടി വരും. അവിടെ ഒരു ഗ്യാസ് ബിൽഡിങ് ചെയ്ത് പൊക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും തൽക്കാലത്ത് ഇവിടെ വെച്ച് നമ്മൾ ചെയ്യുന്നില്ല, നാട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഒന്ന് നമ്മൾ എന്താ ചെയ്യുക, ടോപ്പ് ബോക്സ് ഒന്ന് ആ കയർ വെച്ചൊന്ന് കെട്ടി പോകാമെന്ന് വെച്ചേട്ടോ. അത് കെട്ടി സെറ്റാക്കി പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോകാം. നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ, നല്ല ചൂടുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോഴല്ല, നല്ല ചൂടാണ്. നമ്മളെ സീറ്റൊക്കെ മൊത്തം പൊള്ളിയിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മളൊരു 15 വണ്ടി വെച്ചോളൂ കേട്ടോ. സീറ്റൊക്കെ എൻ്റെ പൊന്നു നല്ല പൊള്ളലായിട്ടിരിക്കണം കേട്ടോ. എൻ്റെ പൊന്നു നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട്, വിചാരിക്കുമ്പോൾ നല്ല ചൂടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ സന്തോഷപൂർവ്വമായിട്ട് നമ്മളിതാ യാത്ര തിരിക്കുകയാണ് കേട്ടോ, നേരെ ധനുഷ്കോടിയിലേക്ക്. ഇനി ഒരു അരമണിക്കൂർ മാത്രം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ രാമനാഥപുരത്ത് പോയില്ലേ, അജിയുടെ വണ്ടി ഒന്ന് ശരിയാക്കാൻ പോയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരണ വഴിക്ക് ഒരു കട കണ്ട് കേക്ക് വാങ്ങിച്ചാണ് കേട്ടോ. കേക്ക് മേടിച്ച രാമനാഥപുരത്ത് നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കേക്ക് മേടിച്ച് നമ്മൾ നേരെ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മളിതാ നേരെ ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഇനി ഒരു 20 കിലോമീറ്റർ കേട്ടോ, ഒരു അരമണിക്കൂർ അത്രേ ഉള്ളൂ. എന്നാലും ഇനി അങ്ങോട്ടുള്ള വ്യൂവും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, അടിപൊളി സാധനങ്ങൾ ഇപ്പോൾ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് പയ്യെ സാവധാനം പോയിട്ടൊക്കെ വരാം ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഇത് ധനുഷ്കോടി റോഡ് കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്, നല്ല വിചാരിക്കുമ്പോൾ നല്ല കാറ്റുണ്ട്. പിന്നെ നമ്മളെന്തായാലും ഇവിടെ ഇനി ഒരു വളവുമില്ല കേട്ടോ, ഒരൊറ്റ സ്ട്രൈറ്റ് റോഡ് നേരെ നമ്മൾ കടലിൻ്റെ നടുക്കോട്ട്, മീൻസ് ശ്രീലങ്കയുടെ അടുത്താണ് കേട്ടോ. അവിടെ നിന്നൊരു കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ ശ്രീലങ്കയാണ്, നീന്തി കിടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും അവിടെ എത്താറായി. ഇനി ഒരൊറ്റ വളവില്ല, സ്ട്രെയിറ്റ് ആണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം, ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മളെന്തായാലും അവിടെ എത്താം കേട്ടോ. ഒരൊറ്റ സ്ട്രെയിറ്റ് റോഡാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നല്ല ആസ്വദിച്ച് നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പയ്യെ അങ്ങനെ പോവാം പൈസ. ഇപ്പോൾ നോക്കി കണ്ടോ, 2 സൈഡും മരങ്ങളും കാടുകളും കൊണ്ട് അങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. നമ്മളെ മരത്തിൻ്റെ 2 സൈഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കടലാണ്. ആ 2 സൈഡിൻ്റെ അപ്പുറത്ത് കടലാണ് കേട്ടോ. ഇപ്പം മരങ്ങൾ മാത്രമാണ്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കടലടുത്ത് കാണാൻ പറ്റും. 2 സൈഡും കടൽ അങ്ങനെ നിൽക്കുന്നത് നമുക്ക് അടുത്ത് കാണാൻ പറ്റും കേട്ടോ. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പോൾ ഈ സൈഡ് മരങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി. എന്തായാലും അങ്ങോട്ടെത്തിയിട്ട് വ്യൂ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ അതേ മരങ്ങളൊക്കെ മാറി കുഞ്ഞു കുഞ്ഞു ചെടികളായി കേട്ടോ.
ഇതിൻ്റെ രണ്ട് സൈഡ് അപ്പുറത്തും കടലാണ്. നമ്മളിപ്പോൾ കടലിൻ്റെ നടുക്കോട്ടുള്ളൊരു ഏകദേശം അങ്ങോട്ടാണ് കയറി പോകുന്നത്. രണ്ട് സൈഡ് ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ചെടികളും കുഞ്ഞു കുഞ്ഞു മരങ്ങളുമായി. നേരത്തെ ഫുൾ മരങ്ങളായിരുന്നു കേട്ടോ, ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു മരങ്ങളായി. ഇനി അങ്ങോട്ട് നമുക്ക് കാണാം, രണ്ട് സൈഡും കടൽ കാണാം. ഇപ്പോൾ ഉപയോഗിച്ച മരങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, മരങ്ങളൊക്കെ മാറി. ഇപ്പോൾ രണ്ട് സൈഡും കടൽ ചെറിയ രീതിയിൽ കാണാം. കടൽ എന്തായാലും കാണാം നമുക്ക്. ഇപ്പോൾ കുറച്ച് ലാൻഡ് ഉണ്ട് കേട്ടോ അവിടെ, കുറച്ച് മണലും കാര്യങ്ങളൊക്കെ ഇരിക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് കടലുണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. എന്തായാലും അങ്ങോട്ടെത്തുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് വ്യൂ കിട്ടും. ഞാൻ കുറേ നേരം കൊണ്ട് പറയുന്നത്, പക്ഷേ ഇതുവരേക്ക് എത്തുന്നില്ലല്ലോ, നിങ്ങൾ കാത്തിരിക്കുകയാണ്. കാണിച്ചു തരാം, എത്തും ഇപ്പോൾ. നമ്മൾ ഒരേ വൈബിൽ സന്തോഷത്തോടെ പോകാൻ കേട്ടോ. അജയ് ഹാപ്പി അല്ലേ? നമ്മൾ എൻ്റെ ഒരു ഹാപ്പിയാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ എന്തായാലും എത്താറായി. ഇനി ഒരു 5 മിനിറ്റത്തെ യാത്രയും കൂടെ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ എന്താ പറയുക, മുമ്പ് തൊട്ടേ വീഡിയോകളൊക്കെ കാണും കേട്ടോ. നമ്മൾ ബൈക്കേഴ്സ് റൈഡേഴ്സൊക്കെ വ്ളോഗ് ചെയ്യണത് അതൊക്കെ കണ്ട് മിക്കവരും ധനുഷ്കോടി ബൈക്ക് റൈഡ് പോകും. അപ്പോൾ അതൊക്കെ കണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സാധനമാണ് കേട്ടോ. ഇവിടെ എത്തണം, അതും ബൈക്കിൽ തന്നെ എത്തണം എന്ന് വിചാരിച്ചിരുന്ന സാധനമാണ്. അപ്പോൾ കാത്തിരുന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നമ്മളെ രണ്ട് സൈഡും കടലുണ്ട്. നടുക്കോടുള്ള റോഡിൽ കൂടെ നമ്മൾ പോവുകയാണ്. ഈ സൈഡിൽ ചെറുതായിട്ട് കാണാം കേട്ടോ. ഈ സൈഡിൽ ചെറിയ രീതിയിൽ കാണാം കടൽ. ഈ മരങ്ങൾ നിൽക്കണോണ്ട് സൈഡിൽ നേരെ കാണാൻ പറ്റില്ല, പക്ഷേ ചെറുതായിട്ട് കാണാം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നമ്മൾ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ബൈക്കിൽ തന്നെ ഈ റോഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ട് സൈഡും കടൽ കാണാം കേട്ടോ. നമ്മൾ കടലിൻ്റെ നടുക്കോട്ടുള്ളൊരു ഫീലാണ് കേട്ടോ ഇവിടെ. നമ്മൾ ബീച്ച് സൈഡ് പോലെയല്ല, നമ്മൾ നടുക്കടലിൽ എങ്ങനെ നിൽക്കുക അതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ തോന്നുന്നത്. എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഇതോ കാണുന്ന ചെറിയൊരു പോയിന്റ്, ആ ഒരു പോയിന്റ് അവിടെ എത്തുമ്പോൾ നമ്മൾ ധനുഷ്കോടി എത്തും കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ധനുഷ്കോടി എത്തിയിട്ട് കാണാം. ഗൈസ്, ഫൈനലി ധനുഷ്കോടി എത്തി. ഇന്ത്യാസ് ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്ത്യ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ലാസ്റ്റ് പോയിൻ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ മാത്രമേ റൈഡേഴ്സിൻ്റെ ഒരു വേഷത്തിലും റൈഡറായിട്ട് നമ്മൾ മാത്രം ഉണ്ട്. നമ്മൾ ബാക്കിയെല്ലാം ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നു. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ അജിയുടെ വണ്ടിയുടെ ഫോട്ടോയും നമ്മളെ ഫോട്ടോയും എല്ലാവരും നമ്മളെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടൊക്കെ പോയി കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും നമ്മളോട് നല്ല സ്നേഹത്തിലായിരുന്നു കേട്ടോ. നമ്മളിവിടെ നിന്ന് വന്നതെന്നൊക്കെ ചോദിച്ച് ഇങ്ങോട്ടൊക്കെ വന്ന് നമ്മളോട് നല്ല സ്നേഹത്തിലൊക്കെ നിന്ന് കൈയൊക്കെ തന്ന് ഒരുപാട് സന്തോഷിച്ചോളൂ. ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരും നമ്മളെ കണ്ടപ്പോൾ നമ്മളടുത്തോട്ട് തന്നെ ഓടി വന്ന് നമ്മൾ എവിടെ നിന്നാണ്, എങ്ങനെ വന്നു, ബൈക്കിൽ വന്നു എന്നൊക്കെ ചോദിച്ച് അങ്ങനത്തെ അവർക്കൊരു പ്രത്യേക സന്തോഷം വരും. ഇത് നമ്മളടുത്ത് ചോദിക്കും, നമുക്കും ഒരു പ്രത്യേക സന്തോഷം. പിന്നെ 2-3 പിള്ളേരൊക്കെ വന്ന് നമ്മുടെ ഇൻസ്റ്റ ഐ ഡി കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മളെ ഫോട്ടോയൊക്കെ എടുത്ത് സ്റ്റോറിയൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞ് സ്റ്റോറിയൊക്കെ ഇട്ട് കേട്ടോ. സ്റ്റോറിയൊക്കെ ഇട്ട് അവരൊക്കെ നമ്മൾ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തിലാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്ന്. ഇപ്പോൾ പിന്നെ എൻ്റെ വണ്ടിയിൽ ഇൻസ്റ്റ ഐ ഡി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി ഇൻസ്റ്റ ഐ ഡി ഒക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്തൊക്കെയായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ ധനുഷ്കോടി വന്നപ്പോൾ നമ്മളൊരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടാ പേര് പറഞ്ഞോ? എംജോ കുര്യനാണ്. എവിടെന്നാ? ഇടുക്കിയില്ലേ? ഇടുക്കി ജില്ലക്കാരനാണ്. ഓക്കെ, നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ അജിയുടെ ബർത്ത്ഡേക്ക് ചെറിയൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ചൊന്ന് കേക്ക് കട്ടിയാന്ന് വിചാരിച്ച് നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ എടുത്ത് അജിയുടെ കേക്ക് കട്ടി നമ്മൾ നടത്തുകയാണ്. നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ ധനുഷ്കോടി വന്നിരിക്കുകയാണ്. നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ ധനുഷ്കോടി വന്നു. തീർത്തിരിക്കുന്നു, അതൊക്കെ അത്രയേ ഉള്ളൂ. കട്ടിയതോ? എല്ലാവർക്കും ചേട്ടാ കൊടുത്തു. പോലീസ് വണ്ടിയുടെ ഫ്രണ്ട് വെച്ചാണ് കേട്ടോ കേക്ക് മുറിച്ചത്. കേക്ക് മുറിച്ചെല്ലാം സെറ്റായി. എല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ എല്ലാവരും? അതെ അതെ. നമ്മളെന്തായാലും ഇറങ്ങിയിട്ട് നമ്മൾ നേരെ രാമേശ്വരം അടിക്കാനാണ് വരുന്നത്.
ഒരു 23 കിലോമീറ്റർ കേട്ടോ. അത്ര ഒന്ന് നീന്തി കടക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ശ്രീലങ്ക എത്തും. തൊട്ടപ്പുറത്താണ് ശ്രീലങ്ക. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ലാസ്റ്റ് റോഡായ ധനുഷ്കോടി എത്തിയിട്ടുണ്ട്. വർഷങ്ങൾ കൊണ്ടുള്ള ആഗ്രഹിച്ചിരുന്ന സാധനമാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും നമ്മളുമായിട്ട് കമ്പനിയാട്ടാ. എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ്. അപ്പോൾ സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. എന്ത് സന്തോഷം, എന്ത് രസം. നമ്മളിനെ പോലീസിൻ്റെ ഫ്രണ്ടിലാക്കിയിട്ടാണ് കേക്കൊക്കെ പറഞ്ഞത്. അടിയെ കിട്ടുക അറിഞ്ഞുകൂടാ. ഒരു ട്രാഫിക് ഉണ്ട് കേട്ടോ, ഒരു ട്രാഫിക് പോലീസുണ്ട്. അപ്പോൾ പോലീസിനോട് ഒരു കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോലീസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവൻ കഴിക്കണേ. കേക്ക് നീ കഴിക്കണ? അപ്പോൾ പോലീസിനോട് ഒന്ന് കേക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ പോലീസിന് കൂടെ ഒരു കേക്ക് കൊടുക്കാമെന്ന് വെച്ചു. എന്തായാലും നമ്മൾ ഇതുവരെ വന്നേ. കേരളത്തിൽ നിങ്ങൾ വന്നതാ. താങ്ക് യു. പോലീസിന് കേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇത്രേ ഉള്ളൂ, ലൈഫ് ഇത്രേ ഉള്ളൂ. ലൈഫൊക്കെ ഇത്രേ ഉള്ളൂ. നമ്മളത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പോലീസിനെ ആയി കൊടുത്ത് അവരെ സന്തോഷമൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ്. നമ്മൾ ഫുള്ള് ഹാപ്പി. നമ്മൾ അവരെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. പിന്നെ ഇതൊരു പള്ളിയാണ് കേട്ടോ. നമ്മളെ ധനുഷ്കോടിയിൽ ഇവിടെ ഉള്ള ഒരു പള്ളിയാണ്. ഇത് പണ്ടത്തെ പള്ളിയാണ്. ഒരു സുനാമി വന്ന് അതെല്ലാം എടുത്തുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു പള്ളിയാണിത്. ധനുഷ്കോടി പോകുന്ന വഴിക്കാണ് കേട്ടോ. പോകുന്ന വഴിക്കിടയ്ക്കുള്ള പള്ളിയാണിത്. അപ്പോൾ നമ്മളവിടെ കൊണ്ടൊന്ന് കയറാമെന്ന് വിചാരിച്ച്. ഒരു പഴയ പള്ളി, സുനാമി ഒന്ന് എടുത്തിട്ട് പോയ ഒരു പള്ളിയാണ്. അപ്പോൾ നമ്മൾ ധനുഷ്കോടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ രാമേശ്വരം. ഓക്കെ, നമ്മൾ നമ്മുടെ സ്വപ്നം സബലകരമാച്ചേ അങ്ങനെ എന്താ പറയല്ലോ. സ്വപ്നം സാക്ഷാത്കരിച്ചു കൊണ്ട് നമ്മളിത് തിരിച്ചു പോകുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ. ധനുഷ്കോടി ട്രിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട്. ജാക്കറ്റും കാര്യങ്ങളൊക്കെ മാറാണ്. അജിത ജാക്കറ്റൊക്കെ മാറാൻ സ്ട്രഗിൾ ചെയ്യണം. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായത് ഗൈസ്. എന്തായാലും വഴിയെ പറഞ്ഞ് നമ്മളൊന്ന് ഫ്രഷ് ആയി വരട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ.